ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് കേരളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഗോബി മഞ്ചൂരിയൻ ആണ്. ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തയ്യാറാക്കുമ്പോൾ അജിനോമോട്ടോ ചേർക്കും. ഞാനിതിൽ അത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത് തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ 1/2 കിലോ കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വലിയ തണ്ടും ഇലയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വേണം, 1 ടേബിൾ സ്പൂൺ മൈദ, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വിനീഗർ. ഞാൻ 2 സവാളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചെറുതായതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ 1 എണ്ണം മതി. 1 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, കുറച്ച് സ്പ്രിംഗ് ഓനിയൻ എടുത്തിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ട് എടുക്കുക. 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം. നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഞാനിനി ഒരു ക്യാപ്സിക്കം സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പച്ചമുളക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. സ്പ്രിംഗ് ഓനിയൻ ഈ ഒരു പരുവത്തിൽ നിങ്ങൾ അരിഞ്ഞെടുക്കുക. ഇനി നമുക്കൊരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം. ഇതിലേക്ക് ഞാൻ ഉപ്പൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. ഒരുപാട് നേരം തിളപ്പിക്കരുത്. ജസ്റ്റ് ഒരു തിള വരുമ്പോഴത്തേക്ക് നമ്മളിത് ഊറ്റി മാറ്റുക. ചിലരിതിൽ മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. ഞാനിതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കോളിഫ്ലവർ മുക്കിയെടുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. കുറച്ച് തിക്നെസ്സിൽ വേണം ഈ ബാറ്റർ തയ്യാറാക്കാനായിട്ട്. ഞാൻ 1 നുള്ള് ഫുഡ് കളർ കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ വറുത്ത് കോരി എടുക്കുമ്പോൾ ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾ ബാറ്റർ തയ്യാറാക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബാറ്റർ നന്നായിട്ട് കോളിഫ്ലവറിൽ പറ്റി പിടിക്കണം. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് വെക്കാം. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് വറുത്ത് കോരുവാണ് വേണ്ടത്. അതിനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് വറുത്ത് കോരാം. ഞാനിത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെക്കരുത്, ഒരുപാട് ഹൈ ഫ്ലെയിമിലും വെക്കരുത്. കാരണം അങ്ങനെ വെച്ചാൽ ഒരുപാട് എണ്ണ കുടിക്കും ഈ കോളിഫ്ലവർ. ഒരു ക്രിസ്പിനെസ് കിട്ടുന്ന ആ പരുവാകുമ്പോഴത്തേക്കും നമുക്കിത് കോരിയെടുക്കാം. ഒരുപാട് മൂപ്പിച്ച് കരിഞ്ഞൊന്നും പോകരുത്. ഇനി നമുക്ക് വേറൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയ്ക്ക് ഒരു ഗാർലിക് സ്മെല്ല് വരണം. ആ ഒരു പരുവം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടെ ചേർക്കാം. ഇത് മൂന്നും കൂടെ നന്നായിട്ട് വഴന്ന് കിട്ടണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ കിട്ടണം നമുക്ക്. ഇപ്പം ലൈറ്റ് ബ്രൗൺ കളറായി. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് സോസസ് ഒക്കെ ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1.5 ടേബിൾ സ്പൂൺ സോയ സോസ്. ഇത് മൂന്നുമാണ് ഞാനിതിൽ ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. നന്നായിട്ട് തള വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ലൂസായിട്ട് വേണം നമ്മളത് കലക്കി വെക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഈ സോസസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഈ കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്യുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാനിവിടെ ആഡ് ചെയ്തു. 1 ടേബിൾ സ്പൂൺ വിനീഗറും ആഡ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.